നോക്കൂ, പറയുവാണ്, നീ കണ്ണുകൾ ഉയർത്തി നോക്ക്. വിഷമിച്ച് തല താഴ്ത്തിയിരിക്കാതെ കണ്ണുകൾ ഉയർത്തി നോക്ക്. എന്ത് കാര്യം ആലോചിച്ചാൽ നിങ്ങൾ തല താഴ്ത്തി നടക്കുന്നത്? ദൈവം നിന്നോട് പറയുവാണ്, തല ഉയർത്ത്, ശിരസ് ഉയർത്തി നോക്ക്. ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്റെ കൺമുമ്പിൽ ചില നന്മകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ജോലിയുടെ രൂപത്തിലാകാം, അനുഗ്രഹത്തിൻ്റെ രൂപത്തിലാകാം, സാമ്പത്തികത്തിൻ്റെ രൂപത്തിലാകാം, ബന്ധങ്ങളുടെ രൂപത്തിലാകാം, സമാധാനത്തിൻ്റെ രൂപത്തിലാകാം. അത് വിളഞ്ഞു പാകമായി നിൽക്കുന്നത് നീ കാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റണം. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റണം. നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന കണ്ണുകൾ ഉയർത്തി കാണാൻ പറ്റണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവം അനുഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കുന്നത്, ആരോഗ്യത്തെ ദൈവം സഹായിക്കുന്നത്, രോഗത്തെ ദൈവം സൗഖ്യമാക്കുന്നത് കണ്ണുകൾ ഉയർത്തി കാണാൻ കഴിയട്ടെ. കണ്ണുകൾ ഉയർത്തി നോക്ക്. നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് നൽകുന്ന അനുഗ്രഹത്തെ ദൈവം കാണിച്ചു തരും. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന കാര്യം ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. അതെന്താണ് ആ കാണിച്ചു തരുന്നത്? അതാ നിൻ്റെ മുമ്പിൽ നീ വിഷമിക്കൊന്നും വേണ്ട. നിൻ്റെ മുമ്പിൽ കൊയ്ത്തിന് പാകമായി നിൽക്കുന്നൊരു പാടം പോലെ ഒരു അനുഗ്രഹം വെളിപ്പെടാനുണ്ട്, ഒരു നന്മ വെളിപ്പെടാനുണ്ട്. ഒരു ജോലി നിനക്ക് കിട്ടും, ആ തടസ്സങ്ങളൊക്കെ മാറും. നിൻ്റെ രോഗത്തെ ഓർത്തൊന്നും ഭാരപ്പെടേണ്ട, സൗഖ്യമായി വരും. നിൻ്റെ കുടുംബം നിനക്ക് അനുഗ്രഹമായി വരും. നിൻ്റെ ബിസിനസ് നിനക്ക് അനുഗ്രഹമായി വരും. നീ ആ രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ട് കയറി വരും. അത് പ്രാർത്ഥിക്കുന്നവൻ കാണുവാണ് ദൈവം അവൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ചില നന്മകളെ. വിളഞ്ഞു കിടക്കുന്ന പാടം പോലെ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തെ ദൈവം അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം അനുഗ്രഹങ്ങളെ കാണാനും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇന്ന് വീടില്ല, ഇന്ന് സൗകര്യങ്ങളില്ല, ഇന്ന് പിള്ളേരുടെ കാര്യം ഇങ്ങനെയാണ്, ജീവിത പങ്കാളി ഇങ്ങനെയാണ്, സാമ്പത്തികം ഇങ്ങനെയാണ്. അവിടെയെല്ലാം കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന ഒരു പാടം പോലെ അത് നീ നോക്കിക്കാണ്. കണ്ണുകൾ ഉയർത്തി നോക്ക്. വിളവെടുപ്പിന് കാലമായി നിൽക്കുന്ന പാടം നീ കാണ് എന്ന് പറഞ്ഞതുപോലെ അനുഗ്രഹത്തെ ദൈവം വിളിച്ചു നിന്നെ കാണിക്കും. അനുഗ്രഹത്തെ നിന്നെ ദൈവം വിളിച്ചു കാണിക്കും. നിന്റെ കുടുംബത്തെ കാണിക്കും, മക്കളെ കാണിക്കും. ജീവിതത്തിൽ അത് വെളിപ്പെടും. വിശ്വസിച്ച് പറ, ഇതെനിക്കുള്ള വചനമായി, ഇത് ഞാൻ സ്വീകരിക്കുന്നു. ഇതെനിക്കുള്ള വചനമായി, ഇത് ഞാൻ സ്വീകരിക്കുന്നു. പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ബഹുമാനപ്പെട്ട സോജനച്ചൻ നടത്തുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ഒരു 10-15 മിനിറ്റുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അച്ഛൻ്റെ സന്ദേശം അത് അനേകർക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കാനിടയായി. നിങ്ങൾക്കും സമയവും സാഹചര്യവും അനുസരിച്ച് ആ ശുശ്രൂഷകൾ കാണുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബം അതിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.